Hey guys, welcome to EduPod. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് +1 മാത്സിൽ പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്ത് പഠിച്ചു എന്ത് പഠിച്ചില്ല എന്നുള്ളതൊന്നും ഒരു വിഷയമേ അല്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിലുള്ള എല്ലാ ക്വസ്റ്റ്യനും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കുക, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഈക്വൽ ടു 520 ഡിഗ്രി. 520 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ടുള്ള റേഡിയൻ മെഷറാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഇവിടെ റേഡിയൻ മെഷേഴ്സ് തന്നിട്ടുണ്ട്. ആദ്യം റേഡിയൻ മെഷറിലേക്ക് ഒരു ഡിഗ്രിയെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ എഴുതിക്കുക. റേഡിയൻ ഈസ് ഈക്വൽ ടു π/180 ഇൻറ്റു ദാറ്റ് ഡിഗ്രി. ആ ഡിഗ്രി മെഷർ ഏതാണോ അത്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് തന്ന ഇവിടെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 520 അല്ലേ. അപ്പോൾ താ നോക്ക്, π/180 ഇൻറ്റു 520. ഈസിയാണ്. നിങ്ങൾ ഈ 0 ആദ്യം ക്യാൻസൽ ചെയ്യും. ഈ സീറോയും ക്യാൻസൽ ചെയ്തു. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ആൻസർ 26 π/9 എന്നല്ലേ. 26 52ഉം 80ഉം രണ്ട് വെച്ച് കട്ട് ചെയ്ത് 52 രണ്ട് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 26. അപ്പോൾ 26 π/18 രണ്ട് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 9. ഓപ്ഷൻ ഉണ്ടോ? യെസ്, 26 π/9 ഇതാണ് എന്ത് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. റേഡിയൻ ഈസ് ഈക്വൽ ടു π/180 ഇൻറ്റു ഡിഗ്രി. അതായത് ഏതെങ്കിലും ഒരു ആംഗിളിനെ നിങ്ങൾക്ക് റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ π/180 കൊണ്ട് ആ ഡിഗ്രി മെഷർ എന്താണോ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റെഡി. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, 7 π/6 റേഡിയൻ ഈസ് ഈക്വൽ ടു ഡാഷ് ഡിഗ്രി. നേരത്തെ പറഞ്ഞ കാര്യം നേരെ തര തിരിച്ച് ആലോചിച്ചാൽ മതി. π/180 കൊണ്ടാണ് ഡിഗ്രിയെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന റേഡിയനാണ്. അപ്പോൾ നേരെ തല തിരിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് ഡിഗ്രി ആണ് കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇതാ നോക്കിയാൽ, നിങ്ങൾക്ക് കിട്ടേണ്ടത് ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ തല തിരിച്ചിട്ടോ. അതാ നോക്ക്, ഡിഗ്രി ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഡിഗ്രി ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ നേരെ 180/π കൊണ്ട് ആ റേഡിയനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 180/π ഇൻറ്റു ദാറ്റ് റേഡിയൻ. സോ നോക്കിക്കോ, 180/π ഇൻറ്റു ഇവിടെ നിങ്ങൾക്ക് തന്ന റേഡിയൻ എന്താ? 7π/6. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. പൈയും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. പൈയും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് എന്താ? 180/6 ഇൻറ്റു 7. അപ്പോൾ ദാ നോക്ക് 180/6 ഇൻറ്റു 7. അപ്പോൾ 180ഉം 6ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, നമുക്ക് 30 കിട്ടും. അപ്പോൾ 30 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 210. ഇത്രയും ഡിഗ്രി ആയിരിക്കും നിങ്ങളുടെ 7π/6 ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നമ്മളിപ്പോൾ പറഞ്ഞ ഈ രണ്ട് ഇക്വേഷനും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 1 വേർഡ് ക്വസ്റ്റ്യൻ, ഒരു മാർക്കിൻ്റെ ചോദ്യം എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. റെഡി. ആൻഡ് അടുത്ത് നോക്കിക്കേ, ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ഈസ് 1.5 സെൻറ്റിമീറ്റർ ലോങ്. ഹൗ ഫാർ ഡസ് ഇറ്റ്സ് ടിപ്പ് മൂവ് ഇൻ 40 മിനിറ്റ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യം, L = r θ എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. അതായത് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാച്ചിൻ്റെ മിനിറ്റ് ഹാൻഡിനെ പറ്റിയാണ് പറയുന്നത്. ഞാനിതാ വാച്ചിൻ്റെ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്തു. ഒരു വാച്ചിൻ്റെ മിനിറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഈ സർക്കിളിൻ്റെ റേഡിയസിന് ഈക്വൽ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവുക, ശരിയല്ലേ? അപ്പോൾ ഏകദേശം ഒരു ചിത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. റെഡി. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത്, ആ റേഡിയസിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ മിനിറ്റ് ഹാൻഡിൻ്റെ ലെങ്ത്ത് 1.5 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നു. ഹൗ ഫാർ ഡസ് ഇറ്റ്സ് ടിപ്പ് മൂവ് ഇൻ 40 മിനിറ്റ്. ഇവിടെ മാർക്ക് ചെയ്യുന്നത് 12, ഇവിടെ മാർക്ക് ചെയ്യുന്നത് 6, ഇത് 3 ആൻഡ് ഇത് 9. എത്ര പറഞ്ഞത്? 40 മിനിറ്റ് മൂവ് ചെയ്യാൻ എത്ര ദൂരം അത് സഞ്ചരിക്കണം? അതിൻ്റെ ടിപ്പ് 40 മിനിറ്റ് മൂവ് ചെയ്യണമെങ്കിൽ അത് എവിടെ എത്തണം? 8-ൽ കറങ്ങി ഇവിടെ എത്തണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഈ മൂവ് ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടത്. നോക്കിയാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഈ ഡിസ്റ്റൻസ് നമുക്ക് വേണം. അപ്പോൾ ഇത് നമ്മുടെ ആർക്കിൻ്റെ ലെങ്ത്താണ്. ഈ സർക്കിളിലെ ഒരു ആർക്കല്ല ഇത്. അപ്പോൾ ഈ ആർക്കിൻ്റെ ലെങ്ത്താണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ L നമുക്ക് വേണം. L നമുക്കറിയില്ല. ആൻഡ് നമുക്കറിയാവുന്ന ഒരാൾ തീറ്റയാണ്. തീറ്റ എത്രയാണെന്ന് അറിയില്ല, പക്ഷെ അത് കണ്ടെത്തണം. തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഫൈൻഡ് ചെയ്യുക? ഈ തീറ്റ എപ്പോഴും എന്തായിരിക്കണം? റേഡിയൻ മെഷറിലായിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ റേഡിയൻ മെഷറിലേക്ക് ഫൈൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഇക്വേഷൻ ഏതാണ്? ഇക്വേഷൻ ആർക്കിൻ്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യണമെങ്കിൽ L = r θ. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കൃത്യമായിട്ട് ഈ ഇക്വേഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. യെസ് സാർ. അങ്ങനെയാണെങ്കിൽ തീറ്റ ഫൈൻഡ് ചെയ്യണം. നോക്കിക്കോ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഈ ക്ലോക്ക് മിനിറ്റ് സൂചി ഇവിടെ മുതൽ കറങ്ങി ഫുള്ള് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 360 ഡിഗ്രി ഉണ്ടാവുക. പക്ഷേ 40 മിനിറ്റ് എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി എത്തുമോ? ഇല്ല. അതെത്രയാണ്? ആകെയുള്ള 12ൽ 8 പാർട്ട് മാത്രമേ അത് കവർ ചെയ്യൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഗ്രി മെഷർ ഫൈൻഡ് ചെയ്യാൻ എന്താ ചെയ്യുക? ടോട്ടൽ 360. അപ്പോൾ 360യുടെ 360 ഇൻറ്റു 8/12 ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആംഗിൾ കിട്ടും. അങ്ങനെയാണ്, വളരെ സിമ്പിളാണ്. നോക്ക്, 360/12 ഇത് നമുക്ക് സിമ്പിളായിട്ടൊന്ന് ക്യാൻസൽ ചെയ്യാം. 360/12 ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 36/12 30 ഇവിടെ കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 30 ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താടാ? സിമ്പിൾ. നോക്കിക്കേ, 30 ഇൻറ്റു പിന്നെ ഇവിടെ വരുന്നത് എന്താ? 8. 30 ഇൻറ്റു 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 240. 240ക്ക് ഈക്വൽ ആയിട്ടുള്ള റേഡിയൻ മെഷർ വേണ്ടേ? അതായത് 240 ഇൻറ്റു π/180 റേഡിയൻ മെഷർ അല്ലേ വേണ്ടത്?
യെസ് സാർ. റേഡിയൻ മെഷർ ഫൈൻഡ് ചെയ്യണമെങ്കിൽ 0 0 ക്യാൻസൽ ചെയ്തോ. 24ഉം 18ഉം രണ്ടിലും കോമൺ ആയിട്ട് പോകുന്നത് 6 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക 24ൽ 6 എത്ര ടൈംസ് 4, അപ്പോൾ അതാ 4 പൈ. 18ൽ എത്ര ടൈംസ് 3, അപ്പോൾ 4 പൈ ബൈ 3 ആണ് ആൻസർ. സോ നിങ്ങളുടെ തീറ്റ എന്ന് പറയുന്നത് ദാ 4 പൈ ബൈ 3 ആണ്. അങ്ങനെയാണെങ്കിൽ L ഈക്വൽ ടു ആർ തീറ്റ അല്ലേ, ഈസി ആയിട്ട് ആൻസർ കിട്ടും. L ഈക്വൽ ടു ആർ, റേഡിയസ് എത്രയാ 1.5 ഇൻറ്റു ദാ ആർ തീറ്റ എത്രയാ 4 പൈ ബൈ 3, 4 പൈ ബൈ 3. അപ്പോൾ നിങ്ങൾ നോക്കിക്കുക, 4 ഇൻറ്റു 1.5 എന്ന് പറഞ്ഞാൽ 6 ആ കിട്ടുക, ശരിയല്ലേ? 6, യെസ് 6 പൈ. അപ്പോൾ 6 പൈ ബൈ 3 ആണ് ആൻസർ. 6ഉം 3ഉം ക്യാൻസൽ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ 2 പൈ എന്ന് കിട്ടും. പൈയുടെ വാല്യൂ യൂസ് പൈ ഈക്വൽ ടു 3.14 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 2 ഇൻറ്റു 3.14 ആൻഡ് ആൻസർ ഈസ് 6.28 സെൻറ്റിമീറ്റർ. അതായത് 40 മിനിറ്റ് സഞ്ചരിക്കണമെങ്കിൽ ആ മിനിറ്റ് സൂചി ഇത്രയും ദൂരം കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. L ഈക്വൽ ടു ആർ തീറ്റ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതും വളരെ ഇമ്പോർട്ടൻ്റാണ്. sin x ഈക്വൽ ടു 3/5 ആൻഡ് എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ആണോ? അല്ല, സെക്കൻഡ് ക്വാഡ്രന്റ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് കോസ് എക്സ് ആൻഡ് സീക്ക് എക്സ് ടാൻ എക്സ്. സിമ്പിളാണ്. നോക്ക്, ഞാനൊരു ട്രയാങ്കിൾ വരച്ചു, ഒരു ആംഗിൾ എക്സ് എന്ന് കൊടുത്തു. എടാ സൈൻ എക്സിൻ്റെ വാല്യൂ നിങ്ങളോട് പറഞ്ഞത് 3/5 ആണ്. അഥവാ നെഗറ്റീവ് ഒന്നുണ്ടെങ്കിലും നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. ആദ്യം നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു വെക്കുക. നോക്ക്, സൈൻ എക്സ് 3/5 ആണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് നമ്മൾ സൈൻ ചെയ്ത് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് 3ഉം ഹൈപ്പോട്ടന്യൂസ് 5ഉം. ഏതെങ്കിലും ഒരു ആംഗിൾ എടുത്തിട്ടുണ്ടെങ്കിൽ, എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് 3ഉം ഹൈപ്പോട്ടന്യൂസ് 5ഉം. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും 4. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവുക? പൈതഗോറിയൻ ട്രയാങ്കിൾ. പൈതഗോറിയൻ ട്രയാങ്കിളിൻ്റെതാ നിങ്ങൾക്ക് അറിയാവുന്നതാ. 1√3 ആണെങ്കിൽ അടുത്തത് 2, 3 4 ആണെങ്കിൽ അടുത്തത് 5, 6 8 ആണെങ്കിൽ അടുത്തത് 10, 5 12 ആണെങ്കിൽ അടുത്തത് 13. മെയിനായിട്ട് വേണ്ടത് ഇതാണ്. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ വെച്ച് ഫൈൻഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇനി നോക്കിക്കോ, അപ്പോൾ സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, വി ഹാവ് ടു ഫൈൻഡ് കോസ് എക്സ്. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസെൻറ്റ് 4, ഹൈപ്പോട്ടന്യൂസ് 5. ഇനി അടുത്തത് എന്താ വേണ്ടത്? സീക്ക് എക്സ് അല്ലേ. സീക്ക് എക്സ് ഫൈൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം കൂടി ഫൈൻഡ് ചെയ്ത് തരാം. ടാൻ എക്സ്. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ്. അപ്പോൾ ഇതാ 3/4. ഇനി നോക്ക്, സൈൻ എക്സിൻ്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? കൊസീക്ക് എക്സ്. അപ്പോൾ കൊസീക്ക് എക്സ് എന്തായിരിക്കും? 5/3. ആൻഡ് അടുത്തത് കോസ് എക്സിൻ്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? സീക്ക് എക്സ്. തല തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഇതെന്താ? 5/4. ആൻഡ് ടാൻ എക്സിൻ്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? കോട്ടെക്സ്. അപ്പോൾ 3/4 തല തിരിച്ചാൽ 4/3. ഇനിയാണ് സൈന് നോക്കേണ്ടത്. എടാ നോക്ക്, സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ഇവിടെ ASTC. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ആവും. സൈന് കൊസീക്കും മാത്രം പോസിറ്റീവ്, ബാക്കിയുള്ളവരൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം ഏത് വന്നാലും കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. റെഡിയാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. പ്രൂവ് ദാറ്റ് 2 sin square 3 π/4 2 cos square π/4 പ്ലസ് 2 sec square π/3 ഈക്വൽ ടു 10. ഇങ്ങനെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതിലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഫസ്റ്റ് സൈൻ സ്ക്വയർ 3 π/4. അപ്പോൾ സൈൻ 3 π/4ൻ്റെ വാല്യൂ വേണം. എടാ സൈൻ 3 π/4. സൈൻ 3 π/4ൻ്റെ വാല്യൂ നിങ്ങൾ എങ്ങനെ ഫൈൻഡ് ചെയ്യുക? അത് ഈസിയാണ്. അതാ നോക്ക്, സൈൻ 3 π/4 നിങ്ങൾ ഇതിനെ മാറ്റി എഴുതണം. എങ്ങനെ മാറ്റി എഴുതുക? ഡിനോമിനേറ്ററിൽ 4, വലിയ ആംഗിൾ അല്ലേ. ഡിനോമിനേറ്ററിൽ 4, ആ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് 3ൻ്റെ അടുത്ത് വരുന്നത് എന്താ? 4 തന്നെ. അപ്പോൾ 3 പൈന് നിങ്ങൾ 4 പൈ മൈനസ് പൈ എന്ന് മാറ്റി ചെയ്താൽ ഡിവൈഡഡ് ബൈ 4. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിനെ സൈൻ 4 π/4 മൈനസ് π/4 എന്ന് എഴുതാം. അതായത് നിങ്ങളുടെ ആൻസർ സൈൻ പൈ മൈനസ് π/4. ഇനി നിങ്ങൾ പറഞ്ഞേ, സൈൻ പൈ മൈനസ് π/4 ആണെങ്കിൽ പൈയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഫംഗ്ഷനിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈൻ ആണെങ്കിൽ സൈന് തന്നെയാണ് ആൻസർ വരിക. പിന്നെ ഇവിടെ വരുന്ന ആംഗിൾ ഏതാണോ അത്, അതായത് സൈൻ π/4. സൈൻ π/4ൻ്റെ വാല്യൂ സൈൻ 45, ദാറ്റ് ഈസ് 1/√2. ഇനി ക്വാഡ്രൻ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഏത് ക്വാഡ്രൻറ്റിൽ അത് വരിക നോക്ക്. പൈ മൈനസ് π/4. പൈ എന്ന് പറഞ്ഞാൽ 180, മൈനസ് π/4 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലേക്കാണ് കയറുക. പ്ലസ് ആണെങ്കിൽ അത് തേർഡ് ക്വാഡ്രൻറ്റിലേക്കാണ് കയറുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സൈൻ π/4ൻ്റെ വാല്യൂ 1/√2. അപ്പോൾ അത് കിട്ടി. സൈൻ 3 π/4ൻ്റെ വാല്യൂ കിട്ടി. ഇനി ഓക്കെ, ഇനി അടുത്തത് വേണ്ടത് എന്താ? അടുത്തത് കോസ് സ്ക്വയർ π/4. അപ്പോൾ കോസ് π/4 ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നോക്ക്, രണ്ടാമത് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് കോസ് π/4. കോസ് π/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 1/√2. ഇനി അതിൻ്റെ സ്ക്വയർ വേണ്ടേ? സ്ക്വയർ നമുക്ക് അവിടെ എത്തുമ്പോൾ ഫൈൻഡ് ചെയ്യാം അല്ലേ. ഇനി അതേപോലെ നിങ്ങൾക്ക് വേണ്ട അടുത്ത വാല്യൂ എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ π/3. അപ്പോൾ സീക്ക് സ്ക്വയർ π/3 വേണമെങ്കിൽ ആദ്യം സീക്ക് π/3 വേണം. എടാ സീക്ക് π/3 എന്ന് പറഞ്ഞാൽ സീക്ക് 60. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1/cos π/3 ഫൈൻഡ് ചെയ്താൽ മതി. cos π/3, cos 60 എത്ര? 1/2. അപ്പോൾ 1/1/2. ഇത് തല തിരിച്ചിട്ടാൽ 1 ഇൻറ്റു 1/2ൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 2/1 എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ 2. അപ്പോൾ സീക്ക് π/3ൻ്റെ വാല്യൂ എന്താ? 2. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 വാല്യൂയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫൈൻഡ് ചെയ്യാം. 2 sin square 3 π/4. ഓക്കെ, പ്ലസ് പിന്നെ അടുത്തത് എന്താ?
2 cos square pi by 4, 2 cos square pi by 4 and അടുത്തത് എന്താ പ്ലസ് 2 sec square pi by 3. അപ്പോൾ ഈസിയാണ്. സോ സിമ്പിളായിട്ട് ചെയ്യാം. സൈൻ 3 pi by 4 1 by root 2. അപ്പോൾ ദാ 2 ഇൻറ്റു അതിൻ്റെ സ്ക്വയർ അല്ലേ, അപ്പോൾ 1 by root 2ൻ്റെ സ്ക്വയർ. ഓക്കെ ഫൈൻ. പ്ലസ് 2 ഇൻറ്റു കോസ് സ്ക്വയർ pi by 4, കോസ് pi by 4 1 by root 2 ആണ്, അപ്പോൾ 1 by root 2ൻ്റെ സ്ക്വയർ. ഓക്കെ ഫൈൻ. ദെൻ അടുത്തത് 2 ഇൻറ്റു സീക്ക് സ്ക്വയർ pi by 3, സീക്ക് pi by 3 എത്ര 2 ആണ്, അപ്പോൾ 2ൻ്റെ സ്ക്വയർ. ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റും. നോക്കിക്കോ, സിമ്പിൾ കേട്ടോ, ഈസി. 2 ഇൻറ്റു 1ൻ്റെ സ്ക്വയർ 1 root 2ൻ്റെ സ്ക്വയർ 2 പ്ലസ് 2 ഇൻറ്റു 1ൻ്റെ സ്ക്വയർ 1 root 2ൻ്റെ സ്ക്വയർ എന്താ 2 പ്ലസ് 2 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4 അല്ലേ, അപ്പോൾ 2 ഇൻറ്റു 4. സോ അങ്ങനെയാണെങ്കിൽ ഈ 2 2 ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ 1 കിട്ടും, ഈ 2 2 ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെയും 1 കിട്ടും. 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. 1 + 1 + 8 ആൻസർ എത്രയാണ് 10. നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എന്താ 10 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ സിമ്പിളാണ്, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ, ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അടുത്ത നോക്കിക്കേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് വാല്യൂ ഓഫ് സൈൻ എക്സ് ഈസ് ഇൻകറക്റ്റ്. സൈൻ എക്സിൻ്റെതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണ്? എടാ സൈൻ എക്സിൻ്റെ വാല്യൂ എപ്പോഴും വരുന്നത്, സൈൻ എക്സിൻ്റെ വാല്യൂ നിങ്ങൾ എന്തെടുത്താലും സൈൻ എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുക ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 to 1 ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അതായത് മിനിമം വാല്യൂ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ദാറ്റ് ഈസ് -1 ആൻഡ് മാക്സിമം വാല്യൂ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ദാറ്റ് ഈസ് 1. ഇനി ഇതിൻ്റെ ഇടയിൽ വരാത്ത വാല്യൂ ഇവിടെ ഉള്ളത് ഏതാ 3 മാത്രമല്ലേ. അപ്പോൾ ദാ വിച്ച് ഓഫ് ദി ഫോളോയിങ് വാല്യൂ ഓഫ് സൈൻ എക്സ് ഈസ് ഇൻകറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 3. ഈ ഒരു ക്വസ്റ്റ്യനിൽ കേട്ടോ. അപ്പോൾ ദാ മിനിമം വാല്യൂ -1, മാക്സിമം വാല്യൂ 1, അതും ആലോചിച്ച് വെക്കുക. കോസ് എക്സിൻ്റെതും സെയിം ആണ്, മിനിമം വാല്യൂ -1, മാക്സിമം വാല്യൂ 1. ഇനി അടുത്തത് സൈൻ 765. ഇങ്ങനെ ലാർജ് ആംഗിൾ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാം, ഏതാണോ ക്വസ്റ്റ്യനിൽ തന്നത് അതിനെ നിങ്ങൾ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ നിങ്ങൾ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 × 90 720 എന്ന് കിട്ടും, റിമൈൻഡർ 45 കിട്ടും. അതായത് 765നെ നിങ്ങൾക്ക് മാറ്റിയിട്ട് ഇങ്ങനെ എഴുതാം 8 × 90 + 45 എന്ന്. ഓക്കെ ആണേ. സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നു. ലാർജ് ആംഗിൾ ആണ്, അപ്പോൾ ദാ സൈൻ 765 എന്ന് പറയുന്നത് നമ്മൾ മാറ്റിയിട്ട് സൈൻ 8 × 90 + 45. അപ്പോൾ ദാ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ, 90യുടെ കൂടെ ഉള്ളത് ഓഡ് ഓർ ഈവൻ ആണെങ്കിൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫംഗ്ഷൻ. ഈവൻ ആണെങ്കിൽ ഫംഗ്ഷനിൽ ചേഞ്ച് ഇല്ല. അപ്പോൾ ഇവിടെ എന്താണുള്ളത് അത് തന്നെയാണ് വരിക, അതായത് സൈൻ. ആൻഡ് ഇവിടെ ഉള്ള ആംഗിൾ അതും കൂടി സൈൻ 45. അപ്പോൾ സൈൻ 45 ആണ് ആൻസർ, അതായത് 1 by root 2. ഇനിയിപ്പോൾ ഓടാണെങ്കിൽ സൈന് കോസാവും, കോസ് സൈനാവും, ടാന് കോട്ടാവും, കോട്ട് ടാനാവും, സീക്ക് കൊസീക്കാവും, കൊസീക്ക് സീക്കാവും. അത് ആലോചിച്ച് നോക്കുക. ഇനി നോക്കിക്കോ, ഇതാ നമ്മൾ ക്വാഡ്രൻറ്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നു. 8 × 90 എന്നാണ് പറഞ്ഞത്, 190 290 390 490, ഒരു 490 കൂടി വരുമ്പോൾ 890 +45 എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രൻറ്റിൽ ചാടി? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ. ഇവിടെ ഓൾ പോസിറ്റീവ്, എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യൂസും പോസിറ്റീവാണ്. അപ്പോൾ സൈനിൻ്റെ വാല്യൂ എന്തായിരിക്കും കിട്ടുക നിങ്ങൾക്ക്? പോസിറ്റീവ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് 1 by root 2 തന്നെയാണ്. റെഡി? ഓക്കെ ആണല്ലോ, സിമ്പിൾ അല്ലേ. ഇനി അടുത്ത നോക്കിക്കേ, സൈൻ പൈ -x. പൈയുടെ മൾട്ടിപ്പിൾ വന്നു, പൈ എന്ന് പറഞ്ഞാൽ 180. പൈയുടെ മൾട്ടിപ്പിൾസ് വന്നാൽ ഫംഗ്ഷനിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ സൈൻ ആണെങ്കിൽ ഇവിടെ സൈന് തന്നെ വരും, ആൻഡ് എക്സ് ആണെങ്കിൽ സൈൻ എക്സ്. റെഡി? സൈൻ 2π - x ഫംഗ്ഷനിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. സൈൻ 2π - x. അപ്പോൾ 2π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 360 -x. അപ്പോൾ സൈൻ എക്സ് എന്ന ആൻസർ കിട്ടുക. ഒറ്റ കാര്യം കൂടിയേ, പൈ -xൽ സൈൻ പൈ -x, പൈ എന്ന് പറഞ്ഞാൽ 180 ഇവിടെ എത്തും, -x എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ഇവിടെ സൈനും കൊസീക്കും പോസിറ്റീവാണ്, AS. രണ്ടാമത്തതിൽ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യൂല, സൈൻ വരും, ആൻഡ് ഇവിടെ ഉള്ള ആംഗിൾ ഏതാണോ അത് തന്നെ സൈൻ എക്സ്. ക്വാഡ്രൻറ്റ് നോക്കുമ്പോൾ സൈൻ 2π എന്ന് പറയുമ്പോൾ ഇവിടെ എത്തും, -x എന്നല്ലേ പറഞ്ഞത്. 2π - x എന്ന് പറഞ്ഞത് ഇങ്ങോട്ടേക്ക് ചാടും. പ്ലസ് ആണെങ്കിൽ മുകളിലോട്ട്, മൈനസ് ആണെങ്കിൽ ക്ലോക്ക് വൈസിൽ. അപ്പോൾ നോക്കിക്കോ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, ഇവിടെ ASTC കോസും ആൻഡ് അതിൻ്റെ റെസിപ്രോക്കലായുള്ള സീക്കും മാത്രമേ പോസിറ്റീവ് ആവും. അപ്പോൾ സൈൻ്റെ വാല്യൂ എന്തായിരിക്കും? മൈനസ്. അപ്പോൾ ആൻസർ എന്താ വരിക? -sin x. ഇനി നോക്ക്, കോസ് 2π - x, കോസ് ഇതാ പൈയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യൂല, കോസ് തന്നെയാണ് വരിക, അതായത് കോസ് എക്സ് തന്നെയാണ്. 2π - x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ നോക്ക്, 2π 180 360 -x എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രൻറ്റ് കോസും സീക്കും പോസിറ്റീവാണ്. അപ്പോൾ ഇതുകൊണ്ട് അതെന്താ? പോസിറ്റീവാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കട്ടോ. ഇനി ഞാൻ ഒറ്റ ആൾ കൂടി വേണേൽ പരിചയപ്പെടുത്തി തരാം. വാട്ട് ഈസ് സൈൻ 90 - x? സൈൻ 90 - 90യുടെ മൾട്ടിപ്പിളാണ്, 90യുടെ ഓഡ് മൾട്ടിപ്പിളാണ്. അപ്പോൾ കോസ് എക്സ് ആ കിട്ടുക, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും ഓൾ പോസിറ്റീവ്. ആണെങ്കിൽ അടുത്തത് കോസ് 90 - x. കോസ് 90 - x എന്ന് പറഞ്ഞാൽ അതെന്താ? സൈൻ എക്സ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. റെഡി? സെറ്റാണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാല്യൂ ഓഫ് സൈൻ 31π/3. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാ 31π/3 ആദ്യം ഒന്ന് മാറ്റുക. എങ്ങനെ മാറ്റുക? 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് 31ൻ്റെ അടുത്ത് വരുന്നത് 30. അപ്പോൾ നിങ്ങൾ ഈ 31നെ 30π + π/3 എന്ന് എഴുതാം. പ്രശ്നമൊന്നുമില്ലല്ലോ. അതായത് 30π/3 + π/3.
ഇനി നോക്ക് 30യും 3യും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 10. അപ്പോൾ 10 പൈ പ്ലസ് പൈ ബൈ 3 എന്ന് മാറ്റി എഴുതാം. അതായത് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ഇനി നോക്കിക്കോ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, സിമ്പിളാണ്. സൈൻ 31 പൈ ബൈ 3 എന്ന് പറയുന്നത് സൈൻ എങ്ങനെ മാറ്റിയതെന്ന് മക്കളെ 10 പൈ പ്ലസ് പൈ ബൈ 3. സോ പൈയുടെ മൾട്ടിപ്പിൾസ് അല്ലേ, ഫംഗ്ഷനിൽ ചേഞ്ച് ഉണ്ടാവോ? ഇല്ല. അപ്പോൾ സൈൻ ആൻഡ് ആൻസർ ഇവിടെ ഉള്ളത് എന്താ? പൈ ബൈ 3. സൈൻ പൈ ബൈ 3 അതായത് സൈൻ 60. സൈൻ 60ൻ്റെ വാല്യൂ എത്ര? √3/2. ഇനി ക്വാഡ്രൻ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആൻസർ കൺഫേം ചെയ്യാം. നോക്ക് 10 പൈ ബൈ 3 എന്നാ 1 പൈ 2 പൈ 3 പൈ 4 പൈ. ഈവൻ പൈകളൊക്കെ ഇവിടെ വരിക അല്ലേ, ഈവൻ പൈസ് ഒക്കെ ഇതാ ഇവിടെ എത്തും. ആൻഡ് ഇവിടെ ഉള്ളതൊക്കെ എന്തായിരിക്കും? ഓട് പൈകളാണ്. അപ്പോൾ 10 പൈ ഇവിടെ എത്തും. ഓട് പൈകളും ഈവൻ പൈകളൊക്കെ അല്ലേ, പൈയുടെ കണക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്ലസ് പൈ ബൈ 3 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഓൾ പോസിറ്റീവ്. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ. സൈൻ എന്തായിരിക്കും? ഈ സൈന് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ റെഡി, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. സിമ്പിളായിട്ട് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾ പഠിച്ച ഒന്നിൻ്റെ ഒരു എക്സ്പാൻഷനാണ്. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്തിൻ്റെതാണ്? അത് സൈൻ എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷനാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ നോക്ക്, സൈൻ 50 കോസ് 10 പ്ലസ് കോസ് 50 സൈൻ 10. ഇതേ മോഡലാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതെങ്ങനെ വരിക? സൈൻ എക്സ് പ്ലസ് വൈ ആണെങ്കിൽ സൈൻ 50 പ്ലസ് 10. ശരിയല്ലേ? സൈൻ 50 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? സൈൻ 60. സൈൻ 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് √3/2. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലേ, ഈസിയാണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ഇതേ മോഡലുള്ളതാണ്. സൈൻ എക്സ് മൈനസ് വൈ ബൈ സൈൻ എക്സ് പ്ലസ് വൈ. നിങ്ങൾക്കറിയാം സൈൻ എക്സ് മൈനസ് വൈ നിങ്ങൾ ഓൾറെഡി എക്സ്പാൻഡ് ചെയ്തു. സൈൻ എക്സ് പ്ലസ് വൈ അതും നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. സൈൻ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ ആണ്. റെഡി? ഓൾ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഇത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഇങ്ങനെയാണ്. അതായത് നിങ്ങളൊന്ന് ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേനി, ടാൻ എക്സ് മൈനസ് ടാൻ വൈ എന്നാണ് വെക്കേണ്ടത്. അപ്പോൾ സൈൻ എക്സ് കോസ് വൈനെ ടാൻ എക്സ് ആക്കണം. അതെങ്ങനെയാണ് ചെയ്യുക? ഈ സൈൻ എക്സ് കോസ് വൈനെ ടാൻ എക്സ് ആക്കണമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? സൈൻ എക്സിനെ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടാൻ എക്സ് ആയി. അപ്പോൾ ഒരു കോസ് വൈ അധികമല്ലേ, അപ്പോൾ കോസ് വൈ ഒഴിവാക്കാൻ ഒരു കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് എല്ലാ ടേമിനെയും ഡിവൈഡ് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങളുടെ ആൻസർ കിട്ടും. അപ്പോൾ നോക്ക്, എല്ലാ ടേമിനെയും ഞാൻ കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. എല്ലാ ടേമിനെയും കേട്ടോ. ഇതിനെ കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഇതിനെയും കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെയും കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെയും കോസ് എക്സ് കോസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ സാർ സംഭവം സിമ്പിളാണ്, ഈസിയാണ്. നോക്കിക്കോ, ഈസിയാണ്. സോ ഫസ്റ്റ് സൈൻ എക്സ് ബൈ കോസ് എക്സ് അതെന്താ? ടാൻ എക്സ്. ഈ കോസ് വൈയും കോസ് വൈയും എന്തായി പോകും? ക്യാൻസൽ ചെയ്തു. ആൻഡ് കോസ് എക്സും ക്യാൻസൽ ചെയ്തു. സൈൻ വൈ ബൈ കോസ് വൈ അതെന്താ? ടാൻ വൈ. അപ്പോൾ ടാൻ എക്സ് മൈനസ് ടാൻ വൈ എന്ന് കിട്ടി, ഡിവൈഡഡ് ബൈ ഈ കോസ് വൈയും ക്യാൻസൽ ചെയ്തു. സൈൻ എക്സ് ബൈ കോസ് എക്സ് അതെന്താ? ടാൻ എക്സ് പ്ലസ് ഈ കോസ് എക്സും ക്യാൻസൽ ചെയ്തു. സൈൻ വൈ ബൈ കോസ് വൈ അതെന്താ? ടാൻ വൈ. ഇത്രയേ ഉള്ളൂ പ്രൂവ് ചെയ്യാൻ ചോദിച്ചതും. വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടിയല്ലോ. 2 സ്റ്റെപ്പിൽ ആൻസർ ആയി അല്ലേ? ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റും. പഠിച്ചിരിക്കുക. ഫൈൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ടാൻ 3x ടാൻ 2x ടാൻ x ഈക്വൽ ടു ടാൻ 3x മൈനസ് ടാൻ 2x മൈനസ് ടാൻ x പ്രൂവ് ചെയ്യാനാണ്. ഇതും വളരെ ഈസിയാണ്. നിങ്ങൾ ആദ്യം ഇത് ചെയ്യാൻ എന്താ എടുക്കേണ്ടതെന്ന് അറിയോ? ടാൻ 3xനെ നമ്മൾ ടാൻ 2x പ്ലസ് എക്സ് എന്നാണ് ഇതാന്ന് മനസ്സിലാക്കുക അല്ലേ? ടാൻ 3x എന്ന് പറഞ്ഞാൽ 2x പ്ലസ് എക്സ്. അപ്പോൾ ഇത് നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ ഫോമിൽ എഴുതി കൂടെ? ഇനി എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ടാൻ എക്സ് പ്ലസ് വൈ ആണെങ്കിൽ നിങ്ങൾ അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഓക്കെ ആണ്. ഇനി ശ്രദ്ധിച്ചോ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, വളരെ സിമ്പിളാണ്. ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്താൽ ഇനി എനിക്ക് കിട്ടുക ടാൻ എക്സിന് പകരം 2x, വൈക്ക് പകരം ടാൻ എക്സ്. അപ്പോൾ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ, ടാൻ 2x പ്ലസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ, അതായത് ടാൻ 2x ടാൻ എക്സ്. ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്? ടാൻ 3x. ഓക്കെ, ഞാൻ ഈ ലെഫ്റ്റിലുള്ളത് ബൈ എന്ന് പറഞ്ഞല്ലേ ഉള്ളത്, അത് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഇൻറ്റു എന്ന് പറഞ്ഞാകും. അതായത് ടാൻ 3x ഇൻറ്റു 1 മൈനസ് ടാൻ 2x ടാൻ എക്സ്. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഇപ്പോൾ ആര് മാത്രമേ ബാക്കിയുള്ളൂ? ടാൻ 2x പ്ലസ് ടാൻ എക്സ്. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഈ ടാൻ 3xനെ ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ടാൻ 3x ഇൻറ്റു 1 അതെന്താ? ടാൻ 3x. അപ്പോൾ അതാ ടാൻ 3x മൈനസ് ടാൻ 3x ഇൻറ്റു ദിസ് ടേം, അതായത് ടാൻ 3x ടാൻ 2x ടാൻ എക്സ്. ഇവിടെ മൈനസ് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലേ? ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ടാൻ 3x ഇൻറ്റു ദിസ് ടേം മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ്.
ആൻഡ് റൈറ്റ് സൈഡിൽ ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത് tan 2x പ്ലസ് tan x ആണ്. നിങ്ങളുടെ ഉത്തരത്തിലേക്ക് എത്തിയടാ. ഇവിടെ നോക്ക്, ഈ tan 3x അവിടെ നിൽക്കട്ടെ, tan 3x അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പ്ലസ് ഉള്ള ടേമുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ പ്ലസ് tan 2x ഇങ്ങോട്ട് വന്നാൽ മൈനസ് tan 2x, പ്ലസ് tan x വന്നാൽ മൈനസ് tan x. ആൻഡ് ഈ മൈനസ് tan 3x tan 2x tan x റൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് tan 3x tan 2x tan x എന്ന് കിട്ടും. ഈസിയാണ്, സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇതാണ് നിങ്ങളോട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞത്, പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഈസി അല്ലേ? നോക്കിക്കേ, സിമ്പിൾ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ എടാ വളരെ അടിപൊളി 2 സ്റ്റെപ്പ് പരിപാടി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ചോദ്യങ്ങൾ എന്തായാലും പഠിക്കണം. എന്തായാലും 3 മാർക്കിന് വരാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഒരൊറ്റൊന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എക്സാമ്പിൾ മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. sin 5x പ്ലസ് sin 3x ഡിവൈഡഡ് ബൈ cos 5x പ്ലസ് cos 3x. ഈസിയാണ്, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ഞാൻ ന്യൂമറേറ്ററിലുള്ളത് ഇതിന് ഞാൻ sin x പ്ലസ് sin y എന്ന് പറഞ്ഞ ഫോമുല എഴുതി. ഡിനോമിനേറ്ററിലുള്ളത് ഞാൻ cos x പ്ലസ് cos y എന്ന് പറഞ്ഞ ഫോമുല എഴുതി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, sin x പ്ലസ് sin y ആണെങ്കിൽ ഫോർമുല കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2 sin x പ്ലസ് y ബൈ 2 cos x മൈനസ് y ബൈ 2 എന്ന് എഴുതാം. പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ കോഡൊക്കെ വെച്ച് പഠിച്ചിരുന്നു, SCCS CCSS നോക്കാം. ഓക്കെ, റെഡി. അങ്ങനെയാണ് നോക്ക്, sin x പ്ലസ് sin y ആണെങ്കിൽ 2 sin x പ്ലസ് y ബൈ 2, എക്സിന് പകരം 5x പ്ലസ് വൈക്ക് പകരം 3x ബൈ 2. സിമ്പിൾ. അടുത്തത് cos x മൈനസ് y ബൈ 2, അതായത് 5x മൈനസ് 3x ബൈ 2. ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത നോക്ക്, cos x പ്ലസ് cos y അല്ലേ, അതെങ്ങനെയാണ് നമ്മൾ എഴുതുക? 2 ഇതാ നോക്കിക്കേ, 2 cos x പ്ലസ് y ബൈ 2 cos x മൈനസ് y ബൈ 2. 2 എന്തായാലും ആദ്യം ഉണ്ടാവും, അതായത് 2 cos 5x പ്ലസ് 3x ബൈ 2, അതേപോലെ തന്നെ cos 5x മൈനസ് 3x ബൈ 2. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് ഉണ്ടോ എന്ന് നോക്കിക്കേ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്തോ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേം ഉണ്ടോ നോക്ക്. ഉണ്ടടാ, ഈ 2 ക്യാൻസൽ ചെയ്യാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ cos 5x മൈനസ് 3x ബൈ 2, ഈ cos 5x മൈനസ് 3x ബൈ 2 ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ വരുന്നത് എന്തായിരിക്കും? സിമ്പിളായിട്ട് പറഞ്ഞതാ, sin 5x പ്ലസ് 3x sin 8x, 8xൻ്റെ ഹാഫ് 4x. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടുക sin 4x ബൈ ഇവിടെ എന്താ വരിക? cos 5x പ്ലസ് 3x 8x, 8xൻ്റെ ഹാഫ് 4x, അപ്പോൾ cos 4x sin 4x ബൈ cos 4x. എന്താണ് ആൻസർ? ദാറ്റ് ഈസ് tan 4x. sin x ബൈ cos x എന്താ? tan x അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, സിമ്പിളാണ്. അപ്പോൾ sin x ബൈ cos x tan x ആണെങ്കിൽ sin 4x ബൈ cos 4x tan 4x. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കിട്ടും. സോ വി ക്യാൻ സ്റ്റോപ്പ് sin q ബൈ cos q. ഇതിൻ്റെ ആൻസർ എന്താ? ദാറ്റ് ഈസ് tan q. അപ്പോൾ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.